ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തിൽ കടുത്ത വിമർശനവുമായി സമസ്ത നേതൃത്വം. ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാതിരിക്കുന്നത് അപകടകരമെന്ന് സത്താർ പന്തല്ലൂർ. അപകടം ചൂണ്ടിക്കാട്ടുന്നവരെ സഖാവാക്കി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനം. ഒരു ഭാഗത്ത് മൗദൂദിയെ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് തങ്ങളുടെ യുവജന സംഘടനയെ വിട്ടുകൊണ്ട് മൗദൂദിയുടെയും ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ സ്ഥാപകനായ ഹസൻ ബന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും, മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിന്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയെന്ന് ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. സമസ്ത ഓമശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമർശനം ഉയർന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത, മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി UDFുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ സഖ്യമുണ്ടാക്കി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമസ്ത നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.